കോഴിക്കോട് എലത്തൂരിൽ സ്വകാര്യ ബസ് മറിഞ്ഞ അപകടം. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് സംഭവം. വടകരയിൽ നിന്നും കോഴിക്കോടേക്ക് വരികയായിരുന്ന ബിൽസാജ് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. എറണാകുളം മുളന്തുരുത്തിയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചയാളുടെ കാർ അപകടത്തിൽപ്പെട്ടു. മുളന്തുരുത്തി സ്വദേശി തമ്പി ഓടിച്ച വാഹനമാണ് അപകടമുണ്ടാക്കിയത്. ഇന്നലെ രാത്രി നടന്ന അപകടത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ഗുരുതരമായി പരിക്കേറ്റ തമ്പി ആശുപത്രിയിൽ ചികിത്സയിലാണ്. കണ്ണൂർ ഇരിട്ടി പൂവംകടവിൽ കാണാതായ വിദ്യാർത്ഥിനികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. എടയന്നൂർ സ്വദേശിനി ഷഹർബാനയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. അപകടം നടന്ന സ്ഥലത്ത് നിന്നും 300 മീറ്റർ അകലെയായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്താനായത്. കാണാതായ ചക്കരക്കൽ സ്വദേശിനി സൂര്യയ്ക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ചെന്നൈയിൽ നിന്നുള്ള 30-അംഗ NDRF സംഘവും തെരച്ചിലിനായി അപകടസ്ഥലത്തുണ്ട്. മിനിഞ്ഞാന്ന് വൈകിട്ടാണ് എടയന്നൂർ സ്വദേശിനി ഷഹർബാനയും ചക്കരക്കൽ സ്വദേശിനി സൂര്യയെയും പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. മാന്നാറിലെ കലയുടെ കൊലപാതകം ദൃശ്യ മോഡലോ എന്ന് സംശയം. കൂട്ടുപ്രതികൾ അറിയാതെ 1-ാം പ്രതി മൃതദേഹം മാറ്റിയോ എന്ന് പോലീസ് സംശയിക്കുന്നു. മൃതദേഹം എവിടെയാണെന്നറിയാവുന്നയാൾ അനിൽകുമാർ മാത്രമാണ്. മറ്റിടങ്ങളിലും പോലീസ് പരിശോധന നടത്തിയേക്കും. അതേസമയം മാന്നാറിൽ കൊല ചെയ്യപ്പെട്ട കലയുടെ മുൻ ആൺസുഹൃത്തിന്റെ മൊഴി ന്യൂസ് 18 ലഭിച്ചു. മുൻ ആൺസുഹൃത്തായ കുട്ടമ്പേരൂർ സ്വദേശിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. കലയെ ഒടുവിൽ കണ്ടത് എറണാകുളത്ത് വെച്ചെന്നാണ് ഇയാളുടെ മൊഴി. കലയുടെ കൊലപാതകത്തിൽ കേസന്വേഷണം 20-അംഗ പോലീസ് സംഘത്തിനെ ചുമതലപ്പെടുത്തി. കസ്റ്റഡിയിലുള്ള പ്രതികളെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. പ്രതികളെ ഇന്ന് തെളിവെടുപ്പിനും എത്തിച്ചേക്കും. കലയുടെ ഭർത്താവ് അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളും പോലീസ് തുടങ്ങിയിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രനുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? പാർവതി സൂചിപ്പിച്ചതുപോലെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്നും മാറ്റിയിട്ടുണ്ട് എന്നൊരു അഭ്യൂഹത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. കാരണം അതിൽ നിന്നും കിട്ടിയിരിക്കുന്ന അവശിഷ്ടങ്ങളൊന്നും മൃതദേഹവും മാച്ച് ചെയ്യുന്നതല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല പ്രതികളിൽ ഒരാൾ മാത്രമാണ് സെപ്റ്റിക് ടാങ്കിൽ ഇട്ടു എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഈ അനിൽകുമാർ മുൻപ് മേസ്തിരി പണി ചെയ്തിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരു സെപ്റ്റിക് ടാങ്കിൽ നിന്നും ഇത്തരം മൃതദേഹം മാറ്റി അത് പുനഃസ്ഥാപിക്കാൻ വലിയ സമയമൊന്നും എടുക്കില്ല, അല്ലെങ്കിൽ അത് വിദഗ്ധമായി ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് നിരീക്ഷണം. മാത്രമല്ല ഇത് ചെയ്യുന്നത് അയലത്തുള്ള ഒരു സ്ത്രീ കണ്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അവരുടെ മൊഴി കണക്കിലെടുക്കാൻ കഴിയില്ല. കാരണം അവര് മാനസികമായി വിഭ്രാന്തിയുള്ള ഒരു മനോരോഗ ചികിത്സയിലാണ്. കാരണം അതുകൊണ്ട് തന്നെ അവരുടെ മൊഴി സ്ഥിരീകരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ തന്നെയാണ് പോലീസ്. എന്തായാലും ഈ ഒരു സംഭവം, അതായത് 15 വർഷം മുൻപ് നടന്ന ഒരു കൊലപാതകം ഒരു ഗാർഹിക പീഡന കേസിലൂടെ പുറത്തു വരുന്നു. ഈ പറയുന്ന 3-ാമത്തെ പ്രതിയായ പ്രമോദിന്റെ ഭാര്യയുമായി നിരന്തരമുണ്ടായ വഴക്ക്, അല്ലെങ്കിൽ ഭാര്യയെ നിരന്തരം മർദ്ദിക്കുന്നതിലൂടെ അതിനിടയിൽ പോകുന്ന ഒരു ലൂസ് സ്റ്റോക്കാണ് പ്രമോദ് പറയുന്നത്. അതായത് ഒരുത്തിയെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ താഴ്ത്തിയിട്ട് ഒരു ഈച്ച പോലും അറിഞ്ഞിട്ടില്ല, നിന്നെയും അങ്ങനെ ചെയ്യാൻ എനിക്ക് മടിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ആണ് അവരുടെ പരിചയത്തിലുള്ള ഒരു പോലീസുകാരനോട് ഇക്കാര്യം ഡിസ്കസ് ചെയ്യുകയും അത് പിന്നീട് ഗാർഹിക പീഡന പരാതിയായി വരികയും ആ സമയത്ത് തന്നെ പ്രമോദ് അത് കൺഫസ് ചെയ്തിട്ടുള്ളതാണ്. ഇത്തരത്തിൽ സെപ്റ്റിക് ടാങ്കിൽ അനിൽകുമാർ കലയെ കൊന്നു കുഴിച്ചു മൂടി എന്ന് പറയുന്ന അതിൽ നിന്നുമാണ് ഈ കൊലപാതകത്തിന്റെ അന്വേഷണം തുടങ്ങുന്നത്. പക്ഷേ തെളിവെടുപ്പ് എപ്പോഴാണ് കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ
പാർവതി, ഇന്ന് തെളിവെടുപ്പുണ്ടാകുമെന്നാണ്. പക്ഷെ തെളിവെടുപ്പിന് ഇന്ന് ആക്കിയേക്കുമെന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കുന്നുള്ളൂ. ഇത് സമയത്തുണ്ടാകുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു വ്യക്തതയും പോലീസ് തരുന്നില്ല. മാത്രമല്ല, നമ്മളിപ്പോൾ ഉള്ളത് മാന്നാർ പോലീസ് സ്റ്റേഷനിലാണ്. മാന്നാർ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് പ്രതികൾ ഉള്ളതും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കുട്ടമ്പേരൂർ സ്വദേശിയായിരുന്ന ആൺ സുഹൃത്തിനെ, കലയുടെ സുഹൃത്തുമായി ബന്ധപ്പെട്ടുള്ള കഥകൾ അത് കലയുടെ വീട്ടുകാരും അതല്ലെങ്കിൽ അനിൽകുമാറിന്റെ വീട്ടുകാരും നേരത്തെ മുതൽ, അല്ലെങ്കിൽ ഈ നാട്ടിൽ പ്രചരിച്ചിരുന്ന ഒരു കിംവദന്തി എന്ന് പറയുന്നത് കല പാലക്കാട് സ്വദേശിയായ ഒരാളോടൊപ്പം നാട് വിട്ടുപോയി എന്നായിരുന്നു. അതേസമയം കൊച്ചിയിൽ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കല ജോലിക്ക് നിൽക്കുകയായിരുന്നുവെന്നും 1.5 മാസമായി കൊച്ചിയിലൊരു ഈ പറയുന്ന 2009 കാലഘട്ടത്തിൽ കൊലപാതകം നടക്കുന്നത് 2009 ഡിസംബർ ആദ്യ ആഴ്ചയാണ്. ഇതേ സമയത്ത് തന്നെയാണ് അനിൽകുമാർ നാട്ടിലെത്തി 4 ദിവസത്തിന് ശേഷമാണ് കൊലപാതകം നടക്കുന്നതെന്നുള്ളതാണ് ഇപ്പോൾ പ്രതികൾ പറയുന്നത്. അതായത് അനിൽകുമാർ ആ സമയത്ത് അങ്കോളയിലായിരുന്നു, വിദേശത്തായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അതായത് 1.5 മാസക്കാലത്തോളം കല വീട്ടിൽ നിന്നും മാറി നിൽക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഈ ആൺ സുഹൃത്തിനൊപ്പം പോയി എന്നുള്ളൊരു കഥയാണ് പ്രചരിച്ചത്. മാത്രമല്ല, ഈ ആൺ സുഹൃത്തിനെ കലയോടൊപ്പം കണ്ടു എന്ന പേരിൽ ഈ പറയുന്ന പ്രതിയുടെ സഹോദരനായ ഞാൻ മാന്നാറിലെ കലയുടെ കൊലപാതകം ദൃശ്യ മോഡലോ എന്ന് പോലീസ് സംശയിക്കുന്നു. കൂട്ടുപ്രതികൾ അറിയാതെ 1-ാം പ്രതി മൃതദേഹം മാറ്റിയോ എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഒപ്പം പ്രതികളുടെ തെളിവെടുപ്പും ഇന്ന് നടന്നേക്കും. വിശദാംശങ്ങൾ നൽകുന്നത് മാന്നാറിൽ നിന്നും ആജ്ഞ രവീന്ദ്രൻ. പാലക്കാട് 2 പേർക്ക് വെട്ടേറ്റു. പാലക്കാട് കടമ്പഴിപ്പുറത്താണ് കാറിലെത്തിയ സംഘം സുഹൃത്തുക്കളെ വെട്ടിപ്പരുക്കേൽപ്പിച്ചത്. കടമ്പഴിപ്പുഴം സ്വദേശി ടോണി, പ്രസാദ് എന്നിവർക്കാണ് വെട്ടേറ്റത്. ഇരുവരും ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നുവെന്നാണ് മൊഴി. ടോണിയെ തൃശൂർ മെഡിക്കൽ കോളേജിലും പ്രസാദിനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കോഴിക്കോട് വൻ ലഹരിവേട്ട. കോഴിക്കോട് നഗരത്തിൽ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് 1 കിലോയോളം MDMA ആണ് എക്സൈസ് പിടികൂടിയത്. വയനാട് വെള്ളമുണ്ട സ്വദേശി പിടിയിലായി. കോഴിക്കോട് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും എക്സൈസ് ഇന്റലിജൻസ് വിഭാഗവും സംയുക്തമായാണ് പ്രതിയെ പിടികൂടിയത്. അങ്കമാലിയിൽ MDMAയുമായി യുവാവ് പിടിയിലായി. 133 ഗ്രാം MDMAയുമായി കല്ലൂർ സ്വദേശി സഹൽ കരീമാണ് എക്സൈസിന്റെ പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നും കൊച്ചിയിലേക്ക് വന്ന ബസ്സിലാണ് MDMA കടത്തിയത്. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന നടന്നത്. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിനിയായ ജിൻഷ ഗംഗയുടെ കഥാസമാഹാരമായ ഒഡ വേറിട്ട വായനാനുഭവമാണ് സമ്മാനിക്കുന്നത്. തീച്ചാമുണ്ടി തെയ്യം പശ്ചാത്തലമാക്കിയുള്ള ഒഡ കഥാസമാഹാരത്തിൽ 9 കഥകളുണ്ട്. നിരവധി പുരസ്കാരങ്ങൾ ഈ യുവ കഥാകാരിയെ തേടിയുമെത്തി. ചിലമ്പിൻ്റെ അസാധാരണ ശബ്ദം, തോറ്റമ്പാട്ടിൻ്റെ അകമ്പടി, കൊട്ടിക്കയറുന്ന ചെണ്ടപ്പെരുക്കം, തീച്ചാമുണ്ടി അലറിപ്പാഞ്ഞു. തളിപ്പറമ്പ് സ്വദേശിനി ജിൻഷയുടെ ഒട ഒരു തെയ്യക്കാലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. കുഞ്ഞമ്പു പണിക്കരും ദേവനുമെല്ലാം തെയ്യം കെട്ടിയാടുന്ന ഒഡ കഥാസമാഹാരം വ്യത്യസ്തമായൊരു വായനാനുഭവമാണ് സമ്മാനിക്കുന്നത്. ഒഡയിലെ തന്നെ ജിൻഷാഗംഗയുടെ മറ്റ് 8 കഥകളും വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുന്നു. മരണത്തിൻ്റെ കണക്കെടുക്കുന്ന മനുഷ്യരുടെ കഥ പറയുന്ന അഗ്രസന്തനി, കണ്ണൂർ ജയിലിലെ എഴുത്തുകാരുടെ ജീവിതം പ്രമേയമാക്കിയ വിസ ലിറ്റ്സ, സങ്കീർണമായൊരു പ്രണയവഴികളിലൂടെ സഞ്ചരിക്കുന്ന ഉപ്പ് ഉൾപ്പെടെ 9 കഥകളാണ് ഒടയിലുള്ളത്. ഇപ്പോൾ തെയ്യം പ്രമേയമായിട്ട് വരുന്ന ഒരു കഥയാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥ. ബാക്കി എല്ലാ കഥകളും പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷെ എങ്കിൽ കൂടിയും ആ ടൈറ്റിലിനോട് ഏറ്റവും യോജിച്ച് നിൽക്കുന്ന ഒരു കഥ എന്ന് പറയുന്നത് തെയ്യം പ്രമേയമായിട്ട് വരുന്ന ഒരു കഥയാണ്. അത് തീച്ചാമണ്ടി തെയ്യം, അതുപോലെ തെയ്യം കലാകാരന്മാരുടെ ജീവിതം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു കഥയാണ്. തളിപ്പറമ്പ് ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപികയായ 27-കാരി ജിൻഷ ഗംഗയുടെ ആദ്യത്തെ കഥാസമാഹാരമാണ് ഒഡ. ആനുകാലികങ്ങളിൽ ചെറുകഥകൾ എഴുതാറുള്ള ജിൻഷ ഗംഗയ്ക്ക് OV വിജയൻ സ്മാരക പുരസ്കാരം, തകഴി സ്മാരക ചെറുകഥാ പുരസ്കാരം ഉൾപ്പെടെ നിരവധി ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്.
ഇടുക്കി വണ്ടിപ്പെരിയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിലുള്ള കെട്ടിടത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ നിലച്ചതായി പരാതി. നിർമ്മാണം നിലച്ചതോടെ കെട്ടിടം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറി. കരാറുകാരന്റെ അനാസ്ഥയ്ക്കെതിരെ പരാതിയുമായി നാട്ടുകാരും രംഗത്ത് വന്നു. ഇടുക്കി വണ്ടിപ്പെരിയാർ പശുമല ജംഗ്ഷനിലെ ആരോഗ്യ കേന്ദ്രത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് കഴിഞ്ഞ മാർച്ചിലായിരുന്നു. മഴക്കാലത്തിന് മുൻപേ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ 3 മാസം പിന്നിട്ടിട്ടും നിർമ്മാണം എങ്ങും എത്തിയില്ല. കരാറുകാരന്റെ അനാസ്ഥ മൂലം തുടങ്ങിവച്ച പണികളും ഫലപ്രദമല്ലാതായി. നിർമ്മാണം ആരംഭിച്ച കെട്ടിടത്തിന്റെ മേൽക്കൂരകൾ പൊളിച്ചു നീക്കിയത് കെട്ടിടം പൂർണ്ണമായി നശിക്കാൻ കാരണമായെന്നാണ് ആക്ഷേപം. മാർച്ച് അവസാനമാണ് എന്ന് തോന്നുന്നു. അതിന്റെ ഓടെല്ലാം പൊളിച്ചു മാറ്റി. പഴയകാല കെട്ടിടമാണ്, കരികല്ല് കൊണ്ടുള്ള നല്ല വൃത്തിയുള്ള കെട്ടിടമാണ്. ആ കെട്ടിടത്തിൻ്റെ ഓടെല്ലാം പൊളിച്ചു മാറ്റി. ഈ നിമിഷം വരെ അതിൻ്റെ പുറത്തിൽ പടുതാക്കൊണ്ട് പോലും വലിച്ചിട്ടില്ല. ആ കെട്ടിടം തടി കൊണ്ടുണ്ടാക്കിയ കെട്ടിടം വെയിലും മഴയും നശിച്ചുകൊണ്ടിരിക്കുക. അന്വേഷിച്ചപ്പോൾ ബ്ലോക്കിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഭരണസമിതി ഫോൺ എടുക്കുന്നില്ല. എടുത്ത പറയുന്നത് അതിന് DPCയുടെ അംഗീകാരമില്ല, ഫണ്ട് വന്നപ്പോൾ സ്പിൽ ഓവറായിപ്പോയി എന്നൊക്കെയാണ്. അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതം 10 ലക്ഷം രൂപ നീക്കിവെച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ ഭരണാനുമതി ലഭിച്ചിട്ടില്ല എന്നാണ് ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന വിശദീകരണം. വണ്ടിപ്പെരിയാർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ പല ജീവനക്കാരും മുൻപിവിടെ താമസിച്ചിരുന്നു. ഇടക്കാലത്ത് ആരും താമസമില്ലാതായതോടെ കെട്ടിടം സാമൂഹ്യ വിരുദ്ധർ കൈയടക്കി. കെട്ടിടം സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ട് ഇപ്പോൾ നടത്തിയ പ്രവർത്തനങ്ങളും കരാറുകാരന്റെ അനാസ്ഥയിൽ നശിക്കുകയാണ്. ആരോഗ്യവകുപ്പിന്റെയും അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെയും അനാസ്ഥയ്ക്കെതിരെ ജില്ലാ ഭരണകൂടത്തിന് പരാതി നൽകുമെന്ന് നാട്ടുകാർ വ്യക്തമാക്കി. ന്യൂസ് 18 വണ്ടിപ്പെരിയാർ. കരകൌശല വിദ്യ കൊണ്ട് 100-ലധികം ഉൽപ്പന്നങ്ങൾ തീർത്ത് നടത്തിയ എക്സിബിഷൻ ശ്രദ്ധേയമായി. തിരുവനന്തപുരം കവടിയാർ വിമൻസ് ക്ലബ്ബിലായിരുന്നു കലാഘോഷ് എന്ന പേരിൽ മേള. ഹാൻഡ്മെയ്ഡ് ജ്വല്ലറി, മിറർ ആർട്ട് തുടങ്ങിയവയും ശ്രദ്ധേയമായി. നിരവധി പേരാണ് എക്സിബിഷൻ കാണാനെത്തിയത്. മകനെ പഠിപ്പിക്കാനായി ഒരു അമ്മ കണ്ടെത്തിയ മാർഗം. അമ്മയുടെ വിരൽത്തുമ്പിൽ പിറന്നത് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ്. കോഴിക്കോട് കുണ്ടുപറമ്പിൽ നിന്ന് മനോമി എന്ന ചിത്രകാരി അമ്മയുടെയും അഥർവ് എന്ന മകന്റെയും ചിത്രകഥാ ജീവിതത്തെക്കുറിച്ച് അറിയാം. 3.5 വയസ്സ് തികയുന്നതേയുള്ളൂ അഥർവിന്. അവന് പ്രിയം സ്ക്രൂ ഡ്രൈവർ, കട്ടിംഗ് പ്ലെയർ, സ്പാനർ, വിവിധതരം ഫയലുകൾ ഇതൊക്കെയാണ്. ഒപ്പമുള്ള മുത്തശ്ശനും മറ്റും എന്തെങ്കിലും ആവശ്യങ്ങൾക്കായി ഇവയെടുത്താൽ പിന്നെ അഥർവ് അതിന് പിന്നാലെയായി. അവന് സ്ക്രൂ ഡ്രൈവർ കയ്യിൽ വേണം. പക്ഷേ കുഞ്ഞല്ലേ, കൈമുറിയില്ലേ? അമ്മയ്ക്ക് ആവലാതിയായി. പിന്നെ പതിയെ ചിത്രങ്ങൾ വരച്ചു കാണിച്ചു. അവന് ഇഷ്ടപ്പെട്ടവയുടെയൊക്കെ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. കുഞ്ഞു വിരലുകളാൽ അവയെല്ലാം തൊട്ട് ആസ്വദിക്കും. ഇങ്ങനെ നിരവധി ചിത്രങ്ങളാണ് ഈ അമ്മ മകനായി വരച്ചു കൂട്ടിയത്. ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ. ഏകദേശം 8 മാസത്തോളമായി അമ്മയും മകനും ചേർന്നുള്ള ഈ ചിത്രരചന തുടങ്ങിയിട്ട്. ചിത്രങ്ങൾ കണ്ടവരെല്ലാം പറയുന്നത് മികച്ച അഭിപ്രായം. മകനെ സന്തോഷിപ്പിക്കാൻ വെറുതെ വരച്ചു തുടങ്ങിയത് ഇത്ര മനോഹരമാകുമെന്ന് കരുതിയില്ലെന്ന് സിവിൽ എഞ്ചിനീയർ കൂടിയായ മനോമി പറയുന്നു. അവന് ടൂൾസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടൂൾസ് വരച്ച് കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഫസ്റ്റ് ടൂൾസിന് ഒരു സെറ്റ് വരയ്ക്കുന്നത്. അതിൽ കട്ടിംഗ് പ്ലെയർ, സ്ക്രൂ ഡ്രൈവർ, ടെസ്റ്റർ, ഹാമർ, സ്പാനർ ഒക്കെ ജസ്റ്റ് വരച്ചു. പിന്നെ ABCD-Z വരെ ലെറ്റേഴ്സ് വരച്ചു. പൂന്തോട്ടവും ചിത്രശലഭങ്ങളും അടങ്ങുന്ന പരിസ്ഥിതിയും മനോമിയുടെ ചിത്രങ്ങളുടെ ഭാഗമായി. കടലും കടലിന്റെ അടിത്തട്ടിലെ വിസ്മയലോകവും വരകളിൽ ഇടം പിടിച്ചു. കുഞ്ഞുറങ്ങുമ്പോഴാണ് ചിത്രം വരയ്ക്കുക. ഉണരുന്ന കുഞ്ഞിന് പുതുപുത്തൻ ചിത്രങ്ങൾ വിസ്മയമായി സമ്മാനിക്കും. ചില ചിത്രങ്ങളിൽ ചായം പൂശാൻ അവനും അവസരം കൊടുക്കും. അങ്ങനെ അവന്റെ കുഞ്ഞു സന്തോഷങ്ങൾക്ക് നിറം പകരുകയാണ് ഈ അമ്മ. അച്ഛൻ യൂണിയൻ ബാങ്ക് ഉദ്യോഗസ്ഥനായ ജനീഷ് ഫുൾ സപ്പോർട്ടും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.
പാലക്കാട് വാളയാർ റൂട്ടിൽ രാത്രി ട്രെയിനിൽ നിന്ന് വനത്തിലേക്ക് വീണ യുവാവിനെ കേരള റെയിൽവേ പോലീസും RPFും രക്ഷപ്പെടുത്തിയത് അതിസാഹസികമായാണ്. കാട്ടാനകളുടെ വിഹാരകേന്ദ്രമായ വനമേഖലയിലേക്കാണ് തിരുപ്പൂർ സ്വദേശിയായ പ്രദീപ് വീണത്. അപകട മേഖലയാണെന്ന് പോലും മറന്നായിരുന്നു അർദ്ധരാത്രിയിലെ രക്ഷാപ്രവർത്തനമെന്ന് കേരള റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥൻ കൃഷ്ണകുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രി ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന സ്പെഷ്യൽ ട്രെയിനിൽ നിന്ന് ഒരാൾ തെറിച്ചു വീണത് വാളയാറിനും കഞ്ചിക്കോടിനും ഇടയിലുള്ള സ്ഥലം. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ കാട്ടാനകൾ ഉള്ള ഒരു സ്ഥലമാണ്. പകൽ പോലും ആനകൾ വിഹരിക്കുന്നൊരു സ്ഥലം. അതുകൊണ്ട് തന്നെ അവിടെ വീണു കഴിഞ്ഞാൽ രാത്രിയിലൊക്കെ ഒരാൾ രക്ഷപ്പെടുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ അവിടെ സാഹസികമായി അയാളെ രക്ഷപ്പെടുത്തിയ അത് നമ്മളുടെ കേരള റെയിൽവേ സംരക്ഷണ സേനയിലെ ഉദ്യോഗസ്ഥനാണ്. അതിന് നേതൃത്വം നൽകിയത് ASI ആയ, അതായത് പാലക്കാട് ഡിവിഷനിലെ ASI ആയ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. ഇപ്പോൾ കൃഷ്ണകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഈ ദൌത്യം? ഞങ്ങൾ 29 നൈറ്റ് ഞങ്ങൾ പാലക്കാട് നൈറ്റ് പെട്രോൾ ഡ്യൂട്ടിക്കായിരുന്നു, പ്ലാറ്റ്ഫോം ഡ്യൂട്ടിയായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 12 മണി സമയത്ത് ഒരാളിങ്ങനെ വാളയാറിനും കഞ്ചിക്കോടിനും ഇടയ്ക്ക് ട്രെയിനിൽ നിന്ന് പുറകിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് വീണതായിട്ട് ഒരു വിവരം ഞങ്ങളോട് പറഞ്ഞു. ആ സമയം തന്നെ SHO ശ്രീ അൻഷാദ് സാറെ അറിയിച്ചു. അദ്ദേഹം എത്രയും പെട്ടെന്ന് അതിനുവേണ്ട സൗകര്യം ചെയ്യാൻ വേണ്ടി ചെന്നെത്തി അതിന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൃത്യമായിട്ട് തന്നു. അപ്പോൾ ഞങ്ങൾ സ്റ്റേഷൻ ജീപ്പിൽ ഉടനെ പെട്ടെന്ന് തന്നെ വാളയാർ ചെന്നു. അവിടെ സ്റ്റേഷൻ മാസ്റ്ററോട് അന്വേഷിച്ചു. അപ്പോൾ അവിടുത്തെ ട്രാക്ക്മാൻ അത് കണ്ടില്ല എന്നുള്ളൊരു വിവരമാണ് ആദ്യം പറഞ്ഞത്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അവർക്ക് ആ സമയം പെട്ടെന്ന് പോകാൻ പറ്റില്ല. പിന്നീട് ഞങ്ങൾ കഞ്ചിക്കോടും ഒരു അന്വേഷണം നടത്തി. അതിനുശേഷം വാളയാർ സ്റ്റേഷനുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പം അവിടുന്ന് ഇതിന്റെ മൊബൈൽ ട്രാക്ക്, വീണാളുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. ഈ മൊബൈൽ ലൊക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ അവർ കണ്ടെത്തി തന്നു. നിങ്ങൾ എത്ര സമയത്തിനകം അവിടെ എത്തി? ഏകദേശം ഇവിടുന്ന് ജീപ്പ് കൊണ്ട് വാളയാർ എത്തേണ്ട സമയം ഒരു 3/4 മണിക്കൂർ കൊണ്ട് എത്തിക്കാണും. എത്ര അംഗ സംഘമാണ് ഇവിടെ തെരച്ചിൽ നടത്തിയത്? അത് ഈ സ്റ്റേഷനിൽ പോയത് ഞാനും SCPO വിനു ആയിരുന്നു. പിന്നെ കഞ്ചിക്കോട് സ്റ്റേഷനിൽ നിന്ന് ഇതിനെ ഫോളോ ചെയ്ത് അന്വേഷിച്ചു വന്ന RPFിലെ ASI ഷാജു സാറ്, കൂടെ ഒരു കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു. പിന്നെ ആ റൂട്ടെല്ലാം കാണിച്ചു തരാൻ വേണ്ടി അവിടുത്തെ ട്രാക്ക്മാനും കൂടെ വന്നു. രാത്രി എങ്ങനെയായിരുന്നു ഈ ദൌത്യം? പിന്നീടാണ് അറിയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഏരിയ ആണെന്നുള്ളതൊക്കെ, എലിഫന്റ് പാസേജ് ഉള്ള ഏരിയ ആണെന്നൊക്കെ ഈ ട്രാക്ക്മാൻ പറഞ്ഞാണ് അറിയുന്നത്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജീവനോടെ കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ അയാളുടെ പേരെന്തായിരുന്നു? ഏത് സ്വദേശിയാണ്? തിരുപ്പൂർ സ്വദേശിയാണ്, പ്രദീപ്. ഇപ്പൊ എങ്ങനെയാണ് പുള്ളിയുടെ ആരോഗ്യനില? എങ്ങനെയുണ്ട്? പരുക്ക് ഗുരുതരമായിരുന്നില്ല. അപ്പോൾ അയാൾ ആ വീണ ആഘാതത്തിൽ അയാള് ബോധം കിട്ടി. ഞങ്ങൾ പോണ വരെ അതേ ലെവലിൽ തന്നെ കിടക്കായിരുന്നു. മുഖത്തൊക്കെ നല്ല മുറിവുണ്ടല്ലോ? മുറിവുണ്ട്. ആ വീണതിന്റെ ആ ഒരു ട്രെയിനിന്റെയോ മറ്റേതോ ഭാഗത്ത് തട്ടിയതിന്റെ ഒരു 3 പേരാണ് പോയത് അല്ലേ? അവിടെ ഈ വീണ് കിടക്കുന്ന സ്ഥലത്തേക്ക് 4 പേരോ? അല്ല, ഞാന് വിനു, പിന്നെ RPFിലെ 2 ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. പിന്നെ ട്രാക്ക്മാൻമാരും സഹായത്തിന് വന്നു. അവിടെ ആ സമയത്ത് ആനയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല? രാത്രി 12 മണിയാണ്. അത് ആ പാസേജ് ഉള്ള ഏരിയ ആണെന്ന് ആ ട്രാക്ക്മാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അറിയുന്നത്. കോറിഡോർ ഉള്ള സ്ഥലമാണ്, ആനകൾ പകൽ പോലും ഉണ്ടാകുന്ന സ്ഥലമാണ്. അതെ. അതൊന്നും അറിയില്ലായിരുന്നോ? അറിയായിരുന്നു, പക്ഷെ അതിനേക്കാൾ പ്രാധാന്യം ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ള ഒരു ഇതായിരുന്നു. അയാളുടെ സഹോദരനും അയാളുടെ വിഷമവും നമുക്ക് എത്രയും പെട്ടെന്ന് ജീവനോടെ കണ്ടെത്തിക്കുക, ആ ഒരു കാര്യമേ, ആ ഒരു പേടിയെ നമ്മുടെ മനസ്സിലാക്കി. അവിടെ എത്തിയിട്ട് അയാളെ എടുത്തു വണ്ടിയിലേക്ക് കൊണ്ടുവന്നാണോ? അതെ. അയാൾക്ക് വിളിച്ചുണർത്തിയപ്പോൾ അയാൾക്ക് നടക്കാൻ പറ്റുമായിരുന്നു. പിന്നെ ഞങ്ങൾ വീണ സമയത്ത് കിടക്കുമ്പോ ബോധമില്ലാതെ വീണ് കിടക്കുമായിരുന്നു. എന്നിട്ട് വിളിച്ചുണർത്തി കൊണ്ടുവന്നു. പിന്നെ 108 ആംബുലൻസ് സഹായത്തിനെത്തി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. എങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്? രാത്രി ഇരുട്ടായിരുന്നു ഏറ്റവും വലിയൊരു പ്രശ്നം. പിന്നെ പുറകിൽ ട്രെയിൻ വരുമെന്നുള്ള ഭയം ഉണ്ടായിരുന്നു. ഒരാൾ പുറകിലോട്ട് ട്രെയിൻ എടുക്കുക, ഒരാൾ ആനയുണ്ടോ വരുന്നുണ്ടോ എന്നുള്ളത് മാത്രം, ഈ ലൈൻമാൻമാരിൽ ഒരാൾ ആന വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയിരുന്നു. കാരണം റൈറ്റ് സൈഡ് അപ്പുറം മൊത്തം വനമായിരുന്നു. അപ്പം ഇറങ്ങി വരുന്ന സമയം ഇത് ശ്രദ്ധിക്കാനാണ് ഒരാളുണ്ടായിരുന്നത്. പിന്നെ മറ്റുള്ളവർ നമ്മൾ ലൊക്കേഷൻ നോക്കണം, സൈഡ് നോക്കാനായിട്ട്. പിന്നെ സത്യം പറഞ്ഞാൽ ഒരു കുറച്ചുകൂടെ വൈകിയാൽ അവർ ജീവൻ നഷ്ടപ്പെടുന്നുള്ള ഒരൊറ്റ ധാരണ കൊണ്ട് പിന്നോട്ടില്ല മുന്നോട്ട് തന്നെ എന്നുള്ളൊരു ലെവലിൽ നമുക്ക് മുന്നോട്ട് പോകുമായിരുന്നു. എന്തായാലും ആ ദൌത്യ സംഘത്തിലുണ്ടായിരുന്ന 2 ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. എന്തായാലും നമുക്കറിയാം, ആ പ്രദേശത്തിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുള്ളതാണ്. കാരണം പകൽ സമയങ്ങളിൽ പോലും ആനയുണ്ടാവുന്ന വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന, ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആനകൾ നടക്കുന്ന ഒരു ആന വഴിത്താരയാണത്. ആ വഴിത്താരയിലാണ് ഈ അർദ്ധരാത്രിയിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുകയും ആ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഈ ഉദ്യോഗസ്ഥർ അയാളെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. കാരണം ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് നമ്മൾ നാടിന്റെ ആവശ്യം എന്ന്
ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണിവർ. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. പുതുതായി സർവീസ് ആരംഭിച്ച ഷൊർണൂർ കണ്ണൂർ സ്പെഷ്യൽ ട്രെയിനിന് പള്ളിപ്പുറം സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യമുയരുന്നു. വിദ്യാർത്ഥികളടക്കം ദിവസേന 100 കണക്കിന് യാത്രക്കാരാണ് പള്ളിപ്പുറത്ത് നിന്നും ട്രെയിൻ സർവീസിനെ ആശ്രയിക്കുന്നത്. തൃത്താല മണ്ഡലത്തിലെ ഏക റെയിൽവേ സ്റ്റേഷനാണ് പള്ളിപ്പുറം. ഇവിടുത്തുകാരുടെ ആശ്രയമാണ് ട്രെയിൻ ഗതാഗതം. വിദ്യാർത്ഥികളടക്കം ദിവസവും 100 കണക്കിന് ആളുകൾ ഇവിടെ നിന്ന് ദിവസവും യാത്ര ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സർവീസ് തുടങ്ങിയ സ്പെഷ്യൽ ട്രെയിനുകൾക്ക് പള്ളിപ്പുറത്ത് സ്റ്റോപ്പ് അനുവദിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ഷൊർണൂരിൽ നിന്നും കണ്ണൂരിലേക്കുള്ള പുതുതായിട്ട് അനുവദിക്കപ്പെട്ടുള്ള ട്രെയിൻ, അവിടുന്ന് കണ്ണൂരിൽ നിന്നും ഷൊർണൂരിലേക്കും വരുന്ന ഈ ട്രെയിൻ പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിർത്തണമെന്നാവശ്യപ്പെട്ട് കൊണ്ട് ജനജാഗ്രതാ സമിതി പള്ളിപ്പുറം റെയിൽവേ അധികൃതർക്കും അതുപോലെ തന്നെ സ്ഥലം MP ആയിട്ടുള്ള അബ്ദുസ്സമദ് സമദാനിക്കും നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്. പുതിയതായി അനുവദിച്ച ഷൊർണൂർ കണ്ണൂർ സ്പെഷ്യൽ ട്രെയിൻ ആഴ്ചയിൽ 4 ദിവസമാണ് സർവീസ്. നിലവിലെ പ്രഖ്യാപന പ്രകാരം കുറ്റിപ്പുറത്തിനും പട്ടാമ്പിക്കുമിടയിൽ സ്റ്റോപ്പില്ല. പള്ളിപ്പുറത്ത് സ്റ്റോപ്പ് അനുവദിക്കുകയാണെങ്കിൽ യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും. തിരൂരും താനൂരും ഒക്കെ സ്റ്റോപ്പുണ്ട്, പക്ഷെ നമുക്ക് പള്ളിപ്പുറം മാത്രം അവഗണിക്കപ്പെടുകയാണ്. വളരെയേറെ ആളുകൾ ഈ യാത്രാമാർഗത്തെ ആശ്രയിക്കുന്നതായിട്ടും പുതുതായിട്ട് ഇതുപോലെ വണ്ടി അനുവദിക്കപ്പെടുമ്പോൾ നമ്മൾ നിരാശരാവുകയാണ് പതിവ്. അതുകൊണ്ട് ഇതിൽ നിന്നൊരു വ്യത്യാസം ഉണ്ടാവണം. തൃത്താലയിലെ 8 പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന ജനങ്ങൾക്ക് വളരെ ദൂരം സഞ്ചരിച്ച് പട്ടാമ്പിയിലോ കുറ്റിപ്പുറത്തോ എത്തി ട്രെയിൻ കയറേണ്ട സാഹചര്യമാണ്. പുതിയ ട്രെയിനുകൾ സ്റ്റോപ്പ് ഒഴിവാക്കിയതിൽ പ്രതിഷേധമറിയിച്ച പള്ളിപ്പുറം ജനജാഗ്രതാ സമിതിയും രംഗത്തെത്തി. ന്യൂസ് 18 തൃത്താല. കടലാക്രമണം രൂക്ഷമായ വൈപ്പിൻ എടവനക്കാട് സമരം ശക്തമാക്കാൻ സംയുക്ത സമരസമിതിയുടെ തീരുമാനം. കടൽ ഭിത്തി നിർമ്മാണം സംബന്ധിച്ച് ഔദ്യോഗികമായി ഇതുവരെയും ഉറപ്പൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിലാണിത്. എടവനക്കാട് നാളെ സമരസമിതിയുടെ നേതൃത്വത്തിൽ മനുഷ്യമതിലും തീർക്കും. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ MLA ഓഫീസിലേക്ക് നാളെ മാർച്ചും നടത്തും. മന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ ഇന്ന് വൈകിട്ട് അറിയിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. സപ്ലൈകോ അരിക്ക് നൽകിയിരുന്ന സബ്സിഡി കൂടി നിർത്തലാക്കിയതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് കുടുംബശ്രീ ജനകീയ ഹോട്ടൽ നടത്തുന്നവർ. സപ്ലൈകോ 10 രൂപ 90 പൈസയ്ക്ക് അരി നൽകുന്നത് നിർത്തിയതോടെ കിലോയ്ക്ക് 40 രൂപ നിരക്കിലാണ് ഇവർ അരി വാങ്ങുന്നത്. ഊണിന് സർക്കാർ നൽകിയിരുന്ന 10 രൂപ സബ്സിഡി നിർത്തലാക്കി 1 വർഷമാകുമ്പോൾ അരിവില വർധന കൂടി ഉണ്ടാക്കിയ പ്രതിസന്ധി ഏറെ വലുതാണ്. സർക്കാർ ഇടപെടലുണ്ടായില്ലെങ്കിൽ സംരംഭം നിർത്തേണ്ട നിലയിലാണെന്നും ഈ മേഖലയിലുള്ളവർ പറയുന്നു. CV അനുമോദിന്റെ റിപ്പോർട്ട് കാണാം. ചുരുങ്ങിയ ചെലവിൽ വയറു നിറയെ ഭക്ഷണം, അതായിരുന്നു കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടലുകൾ. മുൻപ് 20 രൂപയ്ക്കായിരുന്നു ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് 30 രൂപയ്ക്കാണ്. വില വർദ്ധിക്കാനുണ്ടായ സാഹചര്യമൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ഇവർ നേരിടുന്നത് വലിയ ഒരു പ്രതിസന്ധിയാണ്. അരിവില വലിയ തോതിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. അതിന് സർക്കാർ നൽകിയിരുന്ന ആനുകൂല്യങ്ങളൊക്കെ ഇല്ലാതായിരിക്കുന്നു. മാത്രമല്ല പച്ചക്കറി വില ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. കുടുംബശ്രീ ഹോട്ടലുകൾ പൂട്ടിപ്പോകേണ്ട സാഹചര്യത്തിലാണുള്ളത്. ഞാൻ നിൽക്കുന്നത് മഞ്ചേരിയിലെ കുടുംബശ്രീ ജനകീയ ഹോട്ടലിലാണ്. സൂറത്തായും ഒപ്പമുള്ളവരൊക്കെ എന്നോടൊപ്പം ചേരുന്നുണ്ട്. സൂറത്ത കുറേ കാലം ഈ ഒരു കുടിശ്ശികയ്ക്ക് വേണ്ടി സമരം ചെയ്തതാണ്. ഇപ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് ഒന്ന് കരകയറി വരുമ്പോഴാണ് ഈ അരിയുടെ വില വലിയ പ്രതിസന്ധിയാവുന്നത് അല്ലേ? എന്താണ് നിലവിലെ സാഹചര്യം? നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അരിക്ക് ഞങ്ങൾക്ക് അരി തന്നിരുന്നു സർക്കാരിൻ്റെ ഇതിൽ നിന്ന്. നമുക്ക് സപ്ലൈകോന്ന് 10 രൂപ 90 പൈസ എന്ന നിലക്കിലായിരുന്നു അരി കിട്ടിയിരുന്നത്. അതിപ്പോൾ 3 മാസമായിട്ട് അരി ഇല്ല, നിർത്തിവെച്ചിട്ടുണ്ട്. ഒരു മുന്നറിയിപ്പൊന്നും ഇല്ലാതെയാണ് ഞങ്ങൾക്ക് നിർത്തിവെച്ചത്. അതുകൊണ്ട് ഇപ്പോൾ അരി ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങുകയാണ്. 40 രൂപയാണ് 1 കിലോ അരിക്ക്. ഈ 30 രൂപയാണ് ചോറിനും. അപ്പോൾ എങ്ങനെയായാലും ഇത് മുന്നോട്ട് പോവാൻ നല്ല പ്രയാസത്തിലാണ്. കടം കൂടി വരികയാണ്. ഞങ്ങൾക്ക് സബ്സിഡി ആദ്യം സബ്സിഡി കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ സമരം ചെയ്തിരുന്നത്. അപ്പോൾ പകുതി സബ്സിഡി തന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ ആ കിട്ടിയ പൈസ ഫുള്ള് ഞങ്ങൾ കടം വീട്ടാനേ ഉണ്ടായിരുന്നുള്ളൂ. കടമൊക്കെ വീട്ടി നല്ല രീതിയിൽ വീണ്ടും ഇങ്ങനെ തുടങ്ങിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അരി നിർത്തലാക്കിയത്. അപ്പോൾ സപ്ലൈകോന്ന് ഞങ്ങളോട് കാരണമൊന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് അരി നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചില ആളുകൾ ചെലാൻ അടച്ച ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ മാസത്തെ അരി കിട്ടും എന്ന ആ തീരുമാനത്തോടു കൂടി ഒരു പൈസ അടച്ചിട്ടും അരി കിട്ടിയിട്ടില്ല. അപ്പോൾ പൈസ അവിടെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അടച്ച പൈസ അവിടെ ഉണ്ട്, പക്ഷെ അവർക്ക് അരി കിട്ടിയിട്ടില്ല. നമുക്ക് തന്നെ പറയാനുള്ളത് ഇതന്നെ. നമ്മൾ 2 ദിവസം ആൾക്കാർ ലീവ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പോൾ നമ്മളൊരു ഹോട്ടലല്ലേ, ഇപ്പോൾ ഇത് കണ്ടോ, ഇത്ര രാവിലെ നമ്മൾ വന്നിട്ട് ഇത്ര നേരം നിന്നിട്ടും ഈ സാധനങ്ങളൊക്കെ ചെയ്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഈ പൈസ അങ്ങനെ കിട്ടാണ്ടാവുമ്പോഴും ബുദ്ധിമുട്ട്. ഉച്ചയ്ക്ക് അത്യാവശ്യം തിരക്ക് ഓടുന്നുണ്ട്. ഇപ്പോൾ ഈ രാവിലെ ഇല്ല. പക്ഷേ ഈ 2 ദിവസം ആൾക്കാരില്ലാണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
പക്ഷെ കൂലി എടുക്കാനെല്ലാം ഭയങ്കര വിഷമങ്ങളായിരുന്നു. കാരണം നമ്മൾ വനിതകൾ ഇറങ്ങുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയണതല്ലേ. പിന്നെ അതിൽ പറഞ്ഞതിനാണ് ഇത് ശരിക്കും വിഭവങ്ങളൊക്കെ കുറയ്ക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് എത്തിയോ? വിഭവങ്ങൾ കുറയ്ക്കേണ്ട അവസ്ഥയ്ക്കാണ് പോണത്. ഈ അരിൻ്റെ വില, ഈ സബ്സിഡീൻ്റെ പൈസയും കിട്ടിയാൽ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ കടത്തിൽ ഇനിയും ഇറങ്ങാനുള്ള ഇതാണ്. വലിയ പ്രതിഷേധമാണല്ലോ നമ്മൾ ഈ ഒരു ജോലിക്ക് ഇറങ്ങുന്നത്. ഉപജീവനമാണല്ലോ. ഇപ്പോഴത്തെ പ്രതിസന്ധി ഇത്രമാത്രം ബുദ്ധിമുട്ടിലാകുന്നുണ്ട് നിങ്ങളൊക്കെ? നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ സുറാത്ത പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ട് തന്നെയാണത്. എന്താണ് ചേച്ചിക്ക് എന്താ പറയുള്ളത്? നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതൊന്നും വേണം നമ്മളെ ഉപജീവനം, കുടുംബജീവിതം. ഇതിലിപ്പോൾ രണ്ട് കാര്യങ്ങളാണല്ലോ. ഒന്ന്, സർക്കാർ സപ്ലൈകോ നൽകിയിരുന്ന രീതിയിൽ അരി പഴയ വിലയ്ക്ക് തരിക. രണ്ട്, ഊണിന് സബ്സിഡി. അല്ലേ? ഈ രണ്ട് കാര്യങ്ങളും. അതെ, ഊണിന് സബ്സിഡി കിട്ടുമായിരുന്നു എങ്കിൽ ഞങ്ങൾക്ക് കുറച്ചൊക്കെ പിടിച്ചിക്കാമായിരുന്നു. അപ്പം ജനങ്ങളും വരും, വില കുറയും. സർക്കാർ ഇപ്പോൾ ഒരു 5 രൂപേലും സബ്സിഡി തരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ 25 രൂപക്കാർ ചോറ് കൊടുക്കാം. എന്നാൽ അത്ര ഒരു ഇത് ഉണ്ടാകുമ്പോൾ ജനങ്ങൾ വില കുറഞ്ഞാലേ ആളുകൾ വരുള്ളൂ. പിന്നെ അരിയും കിട്ടണം. അപ്പോൾ കുറേ ആളുകളുണ്ട് ഈ ഒരു ഭക്ഷണത്തിനെ ആശ്രയിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഈ ഇതൊക്കെ നിറഞ്ഞു കവിയും ഉച്ചയാകുമ്പോക്കിന് നല്ല ജനങ്ങളുണ്ടാവും. ഞങ്ങൾക്ക് ഇവിടെ നല്ല 100 ആൾക്കാർ വരവ് കുറഞ്ഞു. കുറച്ച് കുറഞ്ഞു. സ്കൂൾ ആദ്യമൊക്കെ ഞങ്ങൾക്ക് 200, 250 ചോറൊക്കെ പോയിരുന്നു ഓരോ ജനകീയ ഹോട്ടലിൽ. ഇത് മാത്രമല്ല കേട്ടോ, ഞാൻ മൊത്തമായിട്ടാണ് പറയണത്. ഇപ്പം ആ സ്ഥാനത്തേക്ക് 100, 80, 70 അങ്ങനെ കുറഞ്ഞിട്ടുണ്ട്. അപൂർവമായിട്ടുള്ളൂ. എന്താണെങ്കിലും ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. ഇവർ മുന്നോട്ട് വയ്ക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സപ്ലൈകോയിൽ നിന്ന് പഴയ നിരക്കിൽ 10 രൂപ 90 പൈസ നിരക്കിൽ അരി നൽകുക. രണ്ട്, ഊണിന് സബ്സിഡി നൽകുക. ഇതില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് ഈ കുടുംബശ്രീ അംഗങ്ങൾ പറയുന്നത്. ഇതിൽ സർക്കാർ മുൻപ് ഇവരുടെ കാര്യത്തിൽ അനുഭാവപൂർവ്വം ഇടപെട്ടിരുന്നു. അതേ സമീപനം തുടർന്നും ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഇവർക്ക് പങ്കുവയ്ക്കാനുള്ളത്. മഞ്ചേരിയിൽ നിന്നും CV അനുമോദ്, ന്യൂസ് 18. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.